ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചു വന്ന ഒരാളൊന്നുമല്ല. ഞാൻ റാൻഡംലി ഒരു മെസ്സേജ് കണ്ടു. സോ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഫ്രീ ആണ്, അപ്പോൾ അതിന് റിപ്ലൈ ഇങ്ങനെ കൊടുത്തേക്കാം, അവർക്ക് എങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന്. സോ തമ്മിൽ കണ്ടതുപോലെ തന്നെ കോഴ്സിനാണ് സെക്യൂരിറ്റി ഉള്ളത്. ഇത് മീൻസ് കോഴ്സ് എടുക്കുമ്പോൾ അത് ഏത് നോക്കിയാണ് എടുക്കേണ്ടത്, പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് പാടാണോ എളുപ്പമാണോ എന്നുള്ളതൊക്കെ. ഇവിടെ പാർട്ട് ടൈം ജോബ് കിട്ടാനായിട്ട് പാടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എഫേർട്ട് പോലെ ഇരിക്കും. കാരണം ഞാൻ ആദ്യം വന്ന സമയത്ത് വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്കം ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ബട്ട് എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല വന്നപ്പോൾ. നമുക്ക് ഓൾറെഡി ലിവിങ് എക്സ്പെൻസ് കാണിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ലിവിങ് എക്സ്പെൻസിൽ നിന്ന് ഇവിടെ മന്ത്ലി ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ അക്കൗണ്ടിലോട്ട് നമുക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഓൾറെഡി ബാങ്കിലൊക്കെ കയറി കഴിയുമ്പോൾ അതനുസരിച്ചാണ് നമ്മളുടെ എല്ലാം എക്സ്പെൻസ് ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റായിട്ടാണ് നമുക്ക് കയറുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഇനി അങ്ങനെ അല്ലാതെ എല്ലാ ആൾക്കാർക്കും വേണ്ടി പറയുവാണെങ്കിൽ പാർട്ട് ടൈം ജോബ്സ് കിട്ടാനായിട്ട് മിനിമം അല്ല, ലൈക്ക് നോർമലി ഒരു കുറേ ആൾക്കാർക്കൊക്കെ ഒരു 3 months ടൈം എടുക്കാറുണ്ട്. മീൻസ് ഭയങ്കര ബിസി ടൈമാണ് നിങ്ങൾ കയറി, മീൻസ് ബിഗ് ഇൻടേക്സിലൊക്കെ ആയിരിക്കും കയറി വരുന്ന പിള്ളേർ. അപ്പോൾ ആ ഒരു ടൈമിൽ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര റഷായിരിക്കും. പല യൂണിവേഴ്സിറ്റീസിലുള്ള പിള്ളേരും ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുണ്ടെങ്കിൽ നമുക്ക് ജോബ്സ് പെട്ടെന്ന് കിട്ടാൻ പാടായിരിക്കും. ആ ഒരു ടൈമൊക്കെ നോക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു 3 months എടുക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവർ വഴി റെക്കമെൻഡേഷൻ വഴി എടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് കിട്ടും. പിന്നെ ഇവിടെ ഞാൻ കണ്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആർക്ക് ആ ഒരു സ്റ്റാഫ് ആരെങ്കിലും പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഹയറിങ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലിടുന്ന പോലെ ഈ ഇൻഡീഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈറ്റിലൊക്കെ എടുത്ത് ഇട്ടിട്ട് ചെറിയ ചെറിയ ജോലി, അതായത് പെട്ടെന്ന് ഒരു 1-2 ആൾക്കാരുടെ വേക്കൻസി ആണെങ്കിൽ അവർ അങ്ങനെ ഇടാറില്ല. അറിയുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ അങ്ങനെ കയറ്റാറാണ് പതിവ്. മാക്സിമം നമുക്ക് ആൾക്കാരെയൊക്കെ അങ്ങ് വോളണ്ടിയറിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് മിങ്കിൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കുറച്ചും കൂടി ഒന്ന് എക്സ്ട്രോവേർട്ട് ആയിട്ട് കുറച്ചുകൂടെ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻസ് കോളേജൊക്കെ പഠിച്ച് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സംസാരിച്ച് ചോദിച്ച് നമുക്ക് കിട്ടും. അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ റെസ്യൂമയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. റെസ്യൂമെ നാട്ടിലത്തെ പോലെ അല്ല, റെസ്യൂമെ കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ഓരോ ജോബിനനുസരിച്ചായിട്ടുള്ള എടുക്കണം. നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഒരു റെസ്യൂമെ മറ്റേ സ്ഥലത്ത് വേറെ റെസ്യൂമെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്യും. ഏകദേശം ഒരേ സോർട്ട് ഓഫ് ഫീൽഡാണെങ്കിൽ അവരത് ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ കൊടുത്തേക്കുന്ന ഇൻഫോർമേഷൻ റോങ് ആണോ അല്ലയോ എന്നൊരു ചോദിച്ചിട്ടാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഫോർവേഡ് ചെയ്യണത്. അങ്ങനെ നിങ്ങൾ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അവിടെ ഒരു നല്ലൊരു പൊസിഷൻ കിട്ടിയാലും കിട്ടേണ്ട അവസരം വന്നാലും നിങ്ങൾക്ക് റിജക്റ്റഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതെ മാക്സിമം കയറി വരുമ്പോഴുള്ള ഫോർമാലിറ്റീസ് പോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ ഫോൾസ് റെപ്രസെൻറ്റേഷന് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ജോബിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബ്സ് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും. മെയിൻ സിറ്റീസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ജോബ് കിട്ടും. പിന്നെ ഇത് ഒരു മിഡിലാണ്, എന്നാൽ സിറ്റി ആണോ എന്ന് വെച്ചാൽ സിറ്റി ആണ്, കുറച്ച് ഒരു വൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുമാണ്. അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാണെങ്കിലും കിട്ടും, കിട്ടായിക്കൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ. ബട്ട് ഫുൾ ടൈം ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കിട്ടാനുള്ളത്. പിന്നെ കോഴ്സിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ മിക്ക ആൾക്കാരും റെസിഡൻസി PR അങ്ങനെയൊക്കെ എടുക്കാനൊക്കെ തന്നെയാണ് വന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നഴ്സിംഗ് ആണ് ഫസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത്. നഴ്സിംഗ്, ടീച്ചിങ് കോഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ഒക്കെ. പിന്നെ എല്ലാം ഈ ഇതേപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ഇങ്ങനത്തെ ഇതൊക്കെ, കാരണം ഇവർ നേച്ചർ പ്രിസർവ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനത്തെ ബേസിക് കോഴ്സസ് ഒക്കെയാണ് കൂടുതൽ ഏർണിങ്സ് ഉള്ളത്. ബട്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതിനാണ് പേയ്മെന്റ് സ്കെയിൽ ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു കോഴ്സ് പോയി എടുക്കരുത്. കുറേ ആൾക്കാർ ചെയ്യുന്ന തെറ്റുകളാണത്. ഇതിന് റിജക്ഷൻ വരാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ബേസ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി ആണോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഫീൽഡ് ആണോ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു ഫീൽഡ് ആയിക്കോട്ടെ, ആ ഒരു ഫീൽഡിന് ബന്ധപ്പെട്ടായിട്ടുള്ള നെക്സ്റ്റ് കോഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് നിങ്ങൾ ഇന്റൻഷനലി എനിക്ക് ഇവിടെ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നമുക്കത് റിജക്ഷൻ വരും. ഇവിടെ റിജക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള ലാൻഡാണ്. അപ്പോൾ നമ്മളായിട്ട് അതിനൊരു ചാൻസ് ഇട്ട് കൊടുക്കരുത്. ഈ ഒരു PR കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു പേയ്മെന്റ് കൂടുതൽ കിട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യരുത്. ജോബ്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണെങ്കിൽ സീക്ക്, അതേപോലെ തന്നെ ഇൻഡീഡിൽ ഓപ്ഷൻസ് വരും, ട്രേഡ് മീ, അങ്ങനത്തെ കുറേ സൈറ്റുകളുണ്ട്. മെയിൻലി സീക്ക് ഒക്കെയാണ് ഞാനൊക്കെ ജോബ്സ് ഒക്കെ നോക്കുമ്പോൾ സീക്ക് സൈറ്റിൽ കൂടി തന്നെയാണ് നോക്കുന്നത്. അതിൽ വരാറുണ്ടാവും. അങ്ങനെ ജോറ എന്നൊക്കെ പറഞ്ഞ കുറെ, ജോറ ന്യൂസിലൻഡ് അങ്ങനത്തെ കുറെ സൈറ്റുകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ സൈറ്റ് വഴി ആയിരിക്കില്ല, ഇവിടെ കുറച്ചും കൂടി വലിയ ബ്രാൻഡ് ആയിട്ടുള്ളതൊക്കെ വൂഡ്സ്വർത്ത് ഒക്കെ മെയിൻ സൈറ്റിൽ കയറിയിട്ടാണ് കൊടുക്കേണ്ടത്. പാക്ക് ആൻഡ് സേവ് അങ്ങനെ അതൊക്കെ നേരിട്ടുമുണ്ട്, അല്ലാതെ ഓൺലൈൻ വേർഷനും ഉണ്ട്. അങ്ങനെയാണ്. നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് കിട്ടാന്നുള്ളേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ നമുക്ക് ജോബ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് മാറി നിൽക്കരുത്. നമുക്ക് ഓൾറെഡി വോളണ്ടിയറിംഗ് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. നമുക്ക് അറിയുന്ന ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്താണെങ്കിലും കോളേജസ് ആണെങ്കിലും അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ വോളണ്ടിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഓഫ് സർവീസ് കൊടുക്കുകയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് വോളണ്ടിയറിംഗ്.
നിലവിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് വോളണ്ടിയറിങ്. നമ്മൾ ഫ്രീ ഓഫ് സർവീസ് ചെയ്ത് കൊടുക്കും, പേയ്മെന്റ് നമ്മൾ റിസീവ് ചെയ്യില്ല. അതാണ് വോളണ്ടിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനും ഇവിടെ ഭയങ്കര ഈസി അല്ല അത് ചെയ്യാനായിട്ട്. നമ്മൾ അതിന്റെ ആ ഒരു പേഴ്സൺ, ഞാൻ എന്നൊരു പേഴ്സൺ ആ ഒരു ഫോമിലോട്ട് കയറുമ്പോൾ എൻ്റെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആണെന്നുള്ള ചെക്കപ്പ് അവർ ചെയ്യും. അത്രേ ഉള്ളൂ. അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കണക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ല നമ്മളെ സ്റ്റഡീസോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ജോബ് കിട്ടുമ്പോൾ നമുക്ക് അതൊക്കെ റെഫറൻസ് ആയിട്ട് വെക്കണം. ഇവിടെ റെഫറൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ബേസിക്കലി ഇവിടെ ഒരു ജോബിന്റെ ഒരു പാറ്റേൺ പോകുന്നത്. ഈ കോഴ്സസ് ഒക്കെ പറയുമ്പോൾ ലെവൽ 9 കോഴ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് ലെവൽ 9 കഴിയുമ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് ആ ഒരു പേയ്മെന്റ് സ്കെയിൽ കറക്റ്റ് കാണിച്ച് നമുക്ക് റെസിഡൻസിക്കൊക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പാർട്ട്ണറിനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന അങ്ങനെ ആൾക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലെവൽ 9 കോഴ്സ് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള നോർമൽ ലെവൽസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിസർച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലെവൽ 9 റിസർച്ച് ഒക്കെ ഉണ്ടാവുന്നത്. ഗ്രീൻ ലിസ്റ്റ് കോഴ്സസ് ഉണ്ട്, അതിൽ പർട്ടിക്കുലർലി നോക്കിയെടുക്കുക. പിന്നെ ഈ എടുക്കുമ്പോഴുള്ള കോഴ്സ് ഈ അക്കൗണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ വരുവാണെങ്കിൽ, നാട്ടിലെ അക്കൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു അക്കൗണ്ട് അസിസ്റ്റന്റ് ആയിട്ട് കയറി ഇവിടെയൊക്കെ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം പാടാണ്. ഇവിടെ CA ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഡയറക്റ്റ്ലി ചിലപ്പോൾ പൊസിഷൻ കിട്ടാറുണ്ട്. അല്ലാത്ത നമ്മളൊരു സ്റ്റുഡൻ്റ് ആണെന്ന് അവിടെ പഠിച്ചു വെച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ കയറ്റാറില്ല. അപ്പം അങ്ങനത്തെ നോക്കി കയറാണ്ട് ഇന്നൊന്നും ഒട്ടും കിട്ടില്ല എന്നല്ല, കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോൾ എല്ലാത്തിനും കൂടി ഒന്ന് സ്റ്റേബിൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈലും കൂടി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാണ്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ഇവിടെ നല്ലതായിട്ട് സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഏരിയ എടുക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി.